ഏതൊക്കെയാണ് തൗഹീദിന്റെ 3 ഇനങ്ങൾ? ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹു അവനാണ് റബ്ബ് എന്ന വിശ്വാസം. അവനാണ് റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അവനാണ് സൃഷ്ടിച്ചത്, ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, മഴ പെയ്യിപ്പിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, ഉപകാരോപദ്രവങ്ങൾ വരുത്തുന്നത്. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ് എന്ന വിശ്വാസമാണ് തൗഹീദ് അർ-റുബൂബിയ്യ. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ അവൻ ഏകനാണ്, അതൊക്കെ അവൻ മാത്രമാണ് ചെയ്യുന്നത്. സൃഷ്ടിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, മഴ പെയ്യിക്കുന്നത്, ഉപകാരോപദ്രവങ്ങൾ വരുത്തുന്നത്, അതിൽ അവൻ ഏകനാണ്. വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ ഇത് ഇൽമിയായ തൗഹീദാണ്. ഇത് മുഴുവൻ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട തൗഹീദാണ്, തൗഹീദുർ റുബൂബിയ്യ. രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യ, വേറൊരു പേരിൽ അറിയപ്പെടുന്നത് തൗഹീദുൽ ഇബാദ. തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയാം, അതുപോലെ തൗഹീദുൽ ഇബാദ. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. ഇത് നോക്കൂ, പടപ്പുകളുടെ പ്രവർത്തനങ്ങളിലെ തൗഹീദാണ്. പടപ്പുകൾ അവരുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് മാത്രമേ ഇബാദത്തുകൾ ചെയ്യാവൂ. തൗഹീദുർ റുബൂബിയ്യത്തോ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലെ തൗഹീദാണ്. ഇബാദത്തിന്റെ ഏതംശവും, ദുആഓ ബലിയറുക്കലോ പോലുള്ള ഏത് ഇബാദത്ത്, സുജൂദോ റുകൂഅോ, അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. ഇതാണ് തൗഹീദു അൽ ഇബാദ അല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ്യ. ഇതായിരുന്നു അള്ളാഹുവിന്റെ നബിമാരും അവരുടെ എതിരാളികളും തമ്മിലുള്ള തർക്കം. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിന്റെ റബ്ബ് എന്ന പേരിനേക്കാൾ ശ്രേഷ്ഠമായ പേര് ഏതാണ്? അള്ളാഹ് എന്ന പേരാണ്. കാരണം അള്ളാഹ് എന്ന പേരിലെ അർത്ഥം എന്താണ്? അൽ ഇലാഹ്, യഥാർത്ഥ ആരാധനക്കർഹൻ. അതാണ് ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അദ്ദേഹം മജ്മൂഉ ഫതാവയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അള്ളാഹു റബ്ബുൽ ആലമീൻ, അവൻ നിന്റെ റബ്ബാണ്. അത് നിനക്ക് ബോധ്യപ്പെടണം, അത് നീ അംഗീകരിക്കണം. ആ നിലക്ക് നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതിനേക്കാൾ നീ ആവശ്യക്കാരനാണ്, അള്ളാഹു മാത്രമാണ് നിന്റെ ഇലാഹ് എന്ന കാര്യത്തിന്. കാരണം അതിലാണ് നിന്റെ സ്നേഹം, നിന്റെ പ്രതീക്ഷ, നിന്റെ ഭയം എല്ലാം വരുന്നത് ഇതിനാണ്. അതിനാണ് നമ്മൾ പഠിച്ചതന്നെ അതിനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്ന ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഞാൻ ജിന്നിനെയും ഇൻസിനെയും പഠിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദ് അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അറിയിക്കുന്നത് ഈ തൗഹീദാണ്. മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ പേരുകളിലും വിശേഷണങ്ങളിലും അവൻ ഏകനാണ്, അതിലുള്ള വിശ്വാസം. അള്ളാഹു പഠിപ്പിച്ചതുപോലെ അവന്റെ പേരുകളിലും വിശേഷങ്ങളിലും വിശ്വസിക്കുക.